കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ ഒരു അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗറിന് കൈമാറുള്ള നീക്കത്തിനെതിരെയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൊതു താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇടക്കാല ഉത്തരവിൽ ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ അന്ന് ഞാൻ ഉയർത്തിയ എല്ലാ വാദങ്ങളും ശരിയാണെന്ന് വെക്കുകയും അവസാനം കേരള ഗവൺമെന്റ് ആ ഇടപാടുകൾ നിർത്തിപ്പോവുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡീൽ ഔപചാരികമായി പ്രവർത്തനത്തിൽ വരാത്തതുകൊണ്ട് കരാർ ഒപ്പിട്ടതിൻ്റെ ക്രമക്കേടും ക്രമവിരുദ്ധതയുമാണ് കോടതി പരിശോധിച്ചത്. എന്ത് ഗൂഢോദ്ദേശം മുൻനിർത്തിയാണോ ഈ കരാർ സർക്കാർ അന്ന് കൊണ്ടുവന്നത്, അതിൽ നിന്ന് സർക്കാരിന് ഞാൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവാങ്ങേണ്ടി വന്നു. ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ ആഗോള കമ്പോളത്തിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നതിനെതിരായിട്ടാണ് അന്ന് ഞാൻ പോരാട്ടം നടത്തിയത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ ഡീലിൽ നിന്ന് ഗവൺമെൻറ്റിന് പിൻവാങ്ങേണ്ടി വന്നത്. സംസ്ഥാനത്തെ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് നടന്ന വിശകലനത്തിലും അതീവ സൂക്ഷ്മവും ശ്രദ്ധയും പുലർത്തണമെന്നും ആ വിവരങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിക്കണമെന്നും ഈ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തമായ നിർദ്ദേശം അന്ന് തന്നെ നൽകിയിട്ടുള്ളതാണ്. ഇതെല്ലാം മറന്നുകൊണ്ടാണ് സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകി എന്ന പേരിൽ ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി നിർലജ്ജം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. കോടികളുടെ അഴിമതിയാണ് അന്ന് നടക്കാതെ പോയത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഈ ഡീല് നടക്കാതെ പോയത് എന്നുള്ളത് സത്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.